session, How to Live Happily. I would like to welcome you all for the session. I once again welcome you all. I would like to introduce myself, Humanisa. ഒന്നതുകൊണ്ട് ഓഫ് ചെയ്യും ആരോ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. Okay. I'm Humanisa, a passionate psychologist, mind coach, and an educator. I dedicated to empower individuals to unlock their full potential. It's my duty to welcome our incredible psychologist and mind coach, Ms. Sharanya, to our session. അതൊന്ന് പിൻ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യുമോ മറ്റുള്ളവരുടെ തനില? Okay, thank you. It's my duty to welcome our incredible mind coach and counseling psychologist, Sharanya, to our session. She will take the session. Okay. Today she will share actionable tips and strategies for how to find happy life. Okay. Welcome, Ms. Sharanya. Welcome to our session. Thank you, Humanisa. Hello, everyone. I am Sharanya Abhilash. I am a mind coach and counselor. So, എൻ്റെ ഒരു ജേർണി പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ കൗൺസിലറായിട്ട് കുറച്ച് നാൾ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു. ദെൻ അതിനുശേഷം മൈൻഡ് കോച്ച് സർട്ടിഫിക്കേഷൻ എടുത്തിരുന്നു. ഇപ്പോൾ അതിന്റെ ഒരു ബേസിലാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാര്യം ഒരുപാട് പേരിലൂടെ ഒരു പോസ്റ്റേഴ്സ് ഒക്കെ പോയിട്ടുണ്ട് അല്ലെ, അതിൽ നിന്നൊക്കെ വളരെ സെലക്റ്റഡ് ആയിട്ട് കുറച്ച് പേര് മാത്രമാണ് നമ്മളുടെ ഈ ഒരു സെഷനിൽ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരെയും കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഈ ഒരു ഇനിഷ്യേറ്റീവിന്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചും അവർക്കൊരു ഗ്രോത്ത് വേണം, അല്ലെങ്കിൽ പേഴ്സണലി ഒരു ചേഞ്ച് വേണം എന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കും തീർച്ചയായിട്ടും എത്തിയിട്ടുള്ളത് അല്ലെ. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് പോകാം അല്ലെ. അപ്പോ ഈ ഒരു ടൈറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുക, അതേപോലെ നമ്മുടെ തോട്ട്സിനെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ എങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഹാപ്പിനെസ് വേണം അല്ലെ, എല്ലാവർക്കും സന്തോഷം വേണം. ആരെങ്കിലും എനിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കണ്ട, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും സാഡായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഒരിക്കലും ഉണ്ടാവില്ല അല്ലെ. എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിരിക്കും ഇഷ്ടം. ഇപ്പൊ ഹാപ്പിനെസ് എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ചും അതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ്. ഓരോരുത്തരും ഹാപ്പിനെസ്സിനെ നിർവചിക്കുന്ന രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ചിലര് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പറയും എനിക്ക് വലിയ വീട്, പണം, അല്ലെങ്കിൽ വാഹനം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആണെന്ന് പറയും. ചിലരെന്തായിരിക്കും, ചിലർ പറയും മറ്റുള്ളവരുടെ സ്നേഹമുണ്ട്, പരിഗണന ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, മറ്റുള്ളവർ എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്താൽ ഞാൻ ഹാപ്പിയാണെന്ന് പറയും. അപ്പൊ സ്വന്തമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒന്നാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും എന്താ പറയാ മറ്റുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നോ ഉണ്ടാവേണ്ട ഒരു കാര്യമല്ല. അപ്പൊ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അത് എല്ലാവരിലും ഉണ്ട്, എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഇരിക്കാണ്ട് പറ്റും ഇല്ല. ചില സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഹാപ്പിനെസ് തോന്നാറുണ്ട്, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതിനകത്താണ് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നം. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. ഒരു കാര്യം കിട്ടുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കും, ആ ഹാപ്പിനെസ് എത്ര സമയം നിൽക്കും? നമ്മൾ പറയാറില്ലേ, മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ കുറച്ച് ടൈം മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കും അല്ലെ, പിന്നീട് ആ ഒരു മോട്ടിവേഷൻ എന്താകും, ഇല്ലാണ്ടായി പോകും. ആ ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങനെ മറന്നു പോകും. അങ്ങനെ ആകരുത്. ഈ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് കൊണ്ടുപോകാനായിട്ട്, നമുക്കത് കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ഓക്കെ, അപ്പോ ഈ ഒരു ഹാപ്പിനെസിന്റെ ഡെഫിനിഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു, പലർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഇതിനുള്ളതെന്നുള്ളത് അല്ലെ. ഇപ്പൊ നമ്മളുടെ സിറ്റുവേഷനെ അല്ലെങ്കിൽ ആളുകളെ, നമ്മുടെ പൊസിഷൻ, പദവി, ഇതിനൊന്നും ബേസ് ചെയ്തായിരിക്കരുത് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ് ഹാപ്പി ആയിട്ടിരിക്കാൻ. സോ നമ്മൾ അതിനൊരു ടൈം കണ്ടെത്തുക, നമ്മൾക്ക് കോൺഷ്യസ് ആയിട്ട് അതിനകത്ത് പ്രവർത്തിക്കുക. വളരെ കോൺഷ്യസ് ആയിട്ട് കുറച്ചു നാൾ പ്രവർത്തിച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് അൺകോൺഷ്യസ് അത് വർക്ക് ആവാനായിട്ട് തുടങ്ങും. അൺകോൺഷ്യസ്ലി അത് വർക്ക് ആകുമ്പോൾ എന്താ, നമുക്കത് അത് വളരെ ശ്രദ്ധയോടൊന്നും ചെയ്യേണ്ടി വരത്തില്ല. നമുക്ക് ഏത് സിറ്റുവേഷനും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. സോ ചിലർ പറയാറുണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും. എന്തുകൊണ്ടാ? അതൊരു എയിമാണ്, അവർക്കതൊരു ലക്ഷ്യം എന്ന രീതിയിലാണ് അവർ വെച്ചിരിക്കുന്നത്.
പക്ഷെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നോട്ട് എ എയിമിംഗ് പോയിന്റ്, ഒരു എയിമിംഗ് പോയിന്റ് അല്ല ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡ് സെറ്റിൽ കൊണ്ടുവരേണ്ട ഒന്നാണ്. നമ്മുടെ മൈൻഡിൽ എപ്പോഴും നിലനിൽക്കേണ്ട ഒരു വൈബാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു പ്രത്യേകത? നമ്മുടെ ചുറ്റുമുള്ളവർ ഹാപ്പി ആയിരിക്കും. നമ്മൾ ഹാപ്പി ആയിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ഹാപ്പി ആയിരിക്കും, നമ്മുടെ കുട്ടി, നമ്മുടെ പാരന്റ്സ് എല്ലാവരും, ഹസ്ബൻഡ് എല്ലാവരും ഹാപ്പി ആയിരിക്കും അല്ലെ? അതേസമയം വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോട് കൂടിയിട്ട് നമ്മൾ ഇരിക്കുന്നെങ്കിൽ നമ്മുടെ മുഖത്തത് പ്രതിഫലിക്കും, നമ്മുടെ പ്രവൃത്തികളിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും അല്ലെ? സോ നമ്മുടെ ഹാപ്പിനെസ്സിനെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കണം. എപ്പോഴും എല്ലാ മൊമെന്റിലും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കാൻ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഹാപ്പിനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ തോട്ട് പാറ്റേൺ ആണ്. നമ്മളുടെ ചിന്താരീതികൾ, നമ്മൾ കൊടുക്കുന്ന ചിന്ത എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയാ, ഹാപ്പിനെസ്സുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം തന്നെയുണ്ട്. നമ്മൾ കൊടുക്കുന്ന തോട്ട്സ് എങ്ങനെയാണ്, അതിന്റെ ബേസിലായിരിക്കും നമുക്ക് ഹാപ്പിനെസ് മുൻപോട്ടുണ്ടാവുക. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കില്ലേ, പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കാനായിട്ട് പറ്റാം. നമ്മളുടെ ഓരോ ഡേയിലും നമുക്ക് വരുന്ന തോട്ട്സ് എന്തൊക്കെയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 60,000 80,000 തോട്ട്സ് ആണ് നമ്മുടെ മൈൻഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ മൈൻഡിൽ കൂടെ പോകുന്ന ആ തോട്ട്സ് എത്രത്തോളം പോസിറ്റീവ് ആയിട്ടുള്ളതാണ്, എത്രത്തോളം നെഗറ്റീവ് ആയിട്ടുള്ളതാണെന്ന് എല്ലാവരും ചിന്തിച്ച് നോക്കൂ കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ദിവസം ചിന്തിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ എന്ന് ചിന്തിച്ച് നോക്കൂ. ഓക്കെ, അപ്പൊ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആയിക്കോട്ടെ, ആയാലും അതിനെല്ലാം ഒരു ഫ്രീക്വൻസി ഉണ്ട് കേട്ടോ, ഒരു എനർജി ഉണ്ട്. നമ്മളുടെ ഇപ്പൊ കയ്യിലൊരു ബുക്ക് ഉണ്ടെങ്കിൽ അത്, ഒരു പെൻ ഉണ്ടെങ്കിൽ അത്, എന്തും ആയിക്കോട്ടെ, നമ്മുടെ ചുറ്റുമിരിക്കുന്ന ഓരോ വസ്തുവിലും ഓരോ എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെയാണ് നമ്മൾ കൊടുക്കുന്ന തോട്ട്സിനകത്ത്. പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാകും. പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാകും എന്താണ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും നമ്മുടെ ബോഡിയിൽ. അതായത് ഓക്സിറ്റോസിൻ, അതേപോലെ തന്നെ ഡോപ്പാമൈൻ, ഇങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആ കൊടുക്കുന്നതെങ്കിലോ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാകും അല്ലെ. അപ്പൊ കോർട്ടിസോൾ, അഡ്രിനാലിൻ, ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഹോർമോൺസ് ഉണ്ടാകും. ഇത് നമ്മളുടെ ഫിസിക്കലിയും മെന്റലിയും ഒക്കെ നമ്മെ ഇത് അഫക്ട് ചെയ്യും. അപ്പൊ ഇതിനകത്തേക്കൊന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല ഡീറ്റെയിൽഡ് ആയിട്ട്. പക്ഷെ മനസ്സിലാക്കിയിരിക്കുക, നമ്മളുടെ തോട്ട്സ് പാറ്റേൺ എന്ന് പറയുന്നത് വളരെയധികം നമ്മുടെ ഹാപ്പിനെസ്സുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനകത്ത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റണം. നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ ഒരിക്കലും വെള്ളവും വളവും കൊടുത്തും നമ്മൾ വളർത്താനായിട്ട് പാടില്ല. അതെന്തിനാണ്, നമുക്കൊരിക്കലും പ്രയോജനം ചെയ്യാത്ത കാര്യങ്ങളാണ് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ അങ്ങനെ വളർത്തിക്കൊണ്ട് വരേണ്ട കാര്യമില്ല. പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ ഊട്ടിയുറപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതാവണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മുടെ തോട്ടിന്റെ ക്വാളിറ്റിയാണ് നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ. നമ്മൾ കൊടുക്കുന്ന നല്ല നല്ല തോട്ട്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ക്വാളിറ്റി അതിനനുസരിച്ച് വർദ്ധിക്കും. ഈ പറഞ്ഞ പോലെ എപ്പോഴും വിഷമം പറയണ, എപ്പോഴും പ്രയാസപ്പെടുന്ന, എപ്പോഴും പരാതി പറയുന്ന ആളുകളുടെ ലൈഫ് എങ്ങനെയാ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും അവർക്കൊരു വളർച്ച ഉണ്ടാവില്ല. അവരിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലെ ആയിരിക്കും. പക്ഷെ എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുന്ന, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് എങ്ങനെയാ അവരുടെ ചിന്താരീതിയിലുള്ള ആ ഒരു വ്യത്യാസം അവരുടെ ലൈഫിൽ നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു, ഓരോ തോട്ട്സിനും നമുക്ക് എന്താണ് ഓരോരോ ഫ്രീക്വൻസി ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഈ ഒരു ഫ്രീക്വൻസിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അട്രാക്ട് ചെയ്യുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ അത് ഫോക്കസ് ചെയ്യുന്നതെങ്കിലോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അത് മെയിൻ ആയിട്ട് എല്ലാവരും ഓർത്തിരിക്കാം. ഇപ്പൊ ഒരു ഫാർമറിന്റെ ഒരു കാര്യം പറയാം, ഒരു കഥ പറയാം കേട്ടോ. അതായത് ഒരു ഫാർമർ ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു പാടം അതെല്ലാം ഒരുക്കി വയലൊക്കെ റെഡി ആക്കിയിട്ട് വിത്തുകൾ വിതയ്ക്കുകയാണ്. അപ്പൊ ആള് വിചാരിക്കുകയാണ് എല്ലാം കുറേ അധികം ആളുടെ കയ്യിൽ വിത്തുകൾ ഇരിപ്പുണ്ട്, അപ്പൊ അതെല്ലാം കൊണ്ടുപോയിട്ട് അങ്ങ് വിതയ്ക്കാന്ന് വിചാരിച്ചേ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഭയങ്കരമായിട്ട് എന്താ ഹാർഡ് വർക്കിംഗ് അല്ലേ ഇന്നത്തെ കാര്യം. എന്താ അതിൽ നിന്ന് തിരിക്കാനായിട്ട് പറ്റും, നല്ലത് ചെയ്ത് ചീത്ത ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് വളരെയധികം പാടുള്ള കാര്യമാണ്. അപ്പൊ ഇതേപോലെയാണ് നമ്മളുടെ തോട്ട്സ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും.
ഈ പോസിറ്റീവും നെഗറ്റീവും എല്ലാം കൂടെ കൂടിക്കലർത്തിട്ട് കൊടുക്കുകയാണെങ്കിലോ അതിൽ നമുക്ക് തിരിച്ചെടുക്കാന്നുള്ളത് ഭയങ്കര പ്രയാസമായിരിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മൈൻഡിൽ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് തീർച്ചയായിട്ടും ഉണ്ടാകും, അതേപോലെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും ഉണ്ടാകും. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും അവിടെ നിൽക്കുമ്പോൾ എന്നിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഏത് തോട്ടാണ് എന്നൊരു അവയർനെസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ചുറ്റും ഇരിക്കുന്ന ഓരോ വസ്തുക്കളിലും ഓരോ എനർജി ഉണ്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോ ഈ ഒരു എനർജിയിൽ നിന്നുകൊണ്ട് നമ്മളിപ്പോ ഒരു ബീച്ചിൽ പോവാന്ന് വിചാരിച്ചു, അവിടെ സാൻഡ്, അതിനൊക്കെ ഓരോരോ എനർജി ഉണ്ട്. ആ ഒരു കാര്യം ഈ ഒരു സാൻഡിനെ മൊത്തത്തിൽ കൂട്ടിവെച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ കാസൽസ് നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ ഓരോ രൂപങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിനൊരു രൂപം വന്നു, അതിനൊരു ഭംഗി വന്നു ഇല്ലേ. അതിനൊരു എനർജി ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അത് നിലകൊണ്ട് അതിനൊരു രൂപവും ഭംഗിയും ഒക്കെ കാണിക്കുന്നത്. ഇപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും കാര്യങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഭംഗി, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. അതിന്റെ ഭംഗി ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് നമുക്ക് തീർച്ചയായിട്ടും ലൈഫിൽ കാണാനായിട്ട് പറ്റും. എപ്പോഴും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇപ്പൊ പോസിറ്റീവായിട്ട് എന്ത് പറഞ്ഞാൽ അവരെന്തായിരിക്കും അതിനെയൊക്കെ വെട്ടി കളഞ്ഞ് നെഗറ്റീവ് ആയിരിക്കും ഇങ്ങോട്ടേക്ക് തിരിച്ചു തരുന്നത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ. എപ്പോഴും നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങളിലേക്ക് നെഗറ്റീവ് ആയിരിക്കും അട്രാക്ട് ചെയ്യുന്നത്. എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ ഒരു ഹാപ്പിനെസ്സുമായിട്ട് ഈ ഒരു തോട്ട് പാറ്റേണിന് വളരെ വലിയൊരു ബന്ധം തന്നെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും തോട്ട് പാറ്റേൺ നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഓരോരുത്തരുടെയും തോട്ട് പാറ്റേൺ എന്താണ് ഇതെന്ന് ജസ്റ്റ് ഒന്ന് എഴുതുക. ഓക്കെ, എഴുതിയിട്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടാണോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ നിങ്ങളുടെ മൈൻഡിൽ വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് റീറൈറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ റീറൈറ്റ് ചെയ്ത് പോസിറ്റീവ് ആക്കിയിട്ടൊന്ന് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പോസിറ്റീവ് തോട്ട് അല്ലെങ്കിൽ ഹാപ്പിനെസ്സിനെയൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മളുടെ മൈൻഡിൽ ആദ്യം നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു ഹാബിറ്റ് ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മൈൻഡിന് നമ്മളുടെ ഉള്ളിൽ കുറേയധികം സ്ഥിരമായിട്ട് നമ്മൾ ചെയ്ത് പഴകിപ്പോയ ഹാബിറ്റ്സ്, ശീലങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതിനകത്ത് നമുക്ക് കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 21 days ഒക്കെ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടിട്ടില്ലേ? ചില കാര്യങ്ങൾ 21 days നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ അതേപോലെ ഒരു 21 days നമ്മളൊരു ഹാബിറ്റ് ഇങ്ങനെ റിപ്പീറ്റീവായിട്ട് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ചേഞ്ചസ് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ കൺസിസ്റ്റൻസി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പിന്നീട് നമുക്ക് അത് അൺകോൺഷ്യസ്ലി വർക്ക് ആകും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉദാഹരണം തന്നെയാണ്. നമ്മളുടെ റൂമിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ഇപ്പൊ സ്വിച്ച് നമ്മൾ നോക്കിയില്ലെങ്കിൽ പോലും നമുക്ക് ലൈറ്റ് ഫാൻ്റെ ഒക്കെ സ്വിച്ച് നമുക്ക് അറിയില്ല. നമ്മുടെ കൈ തനിയെ പോയി ഇട്ടോളും. അത് അൺകോൺഷ്യസ്ലി വർക്ക് ആവാണ്. ഇവിടെ കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നില്ല. അൺകോൺഷ്യസ്ലി അതുപോലെ തന്നെ നമുക്ക് ഹാപ്പിനെസ്സിനെയും മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ചുറ്റും എത്ര സാഹചര്യം മാറിയാലും എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നമുക്ക് ആ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന ആ ഒരു ഇമോഷനെ, ആ ഒരു ഫീലിങ്ങിനെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുക എന്നത് ഇമ്പോർട്ടന്റ് ആണ്. സോ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഉണ്ടാവേണ്ടത് ഒരു സെൽഫ് അവയർനെസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ തോട്ട്സ് എന്തൊക്കെയാണ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത്. നമ്മുടെ മൈൻഡിൽ എപ്പോഴും നമ്മൾ മോശപ്പെട്ട കാര്യങ്ങളാണോ കൊടുക്കുന്നത്, അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ കൊടുക്കുന്നത് നമ്മൾ ചിന്തിക്കുക. അതേപോലെ മെന്റലി ജങ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണോ നിങ്ങൾ കാണുന്നത് നോക്കുക. ഇപ്പൊ ന്യൂസ് ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ കാണണ്ടെന്നല്ല, അതിൽ നമുക്കൊരു അവയർനെസ് കിട്ടില്ലേ, ഒരു അറിവ് കിട്ടും. പക്ഷെ അതിൽ ഒരുപാട് നമ്മൾ ഇൻവോൾവ് ആകുമ്പോഴത്തേക്ക് അത് നമ്മളെ മെന്റലി നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് നമുക്കൊരു മൂഡ് ഓഫ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു പ്രശ്നത്തെ കുറിച്ച് ചിന്തിച്ച് ഉറക്കം വരെ നഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മെന്റലി ജങ്കായിട്ടുള്ള അല്ലെങ്കിൽ മെന്റൽ ജങ്കായിട്ടുള്ള കാര്യങ്ങള്, ന്യൂസുകൾ, ഇതെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെയാണ് നല്ല ആളുകളോടൊപ്പം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. സോ നമ്മളുടെ ടൈം എങ്ങനെ വേണം വിനിയോഗിക്കാൻ, അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ എത്ര കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് നന്നായിട്ട്, ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ റെപ്പറ്റീവായിട്ട് മോശമായിട്ട് ചിന്തിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അവെയർ ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കാവുന്നതാണ്. സോ നമ്മൾക്ക് കുറച്ച് വാല്യൂസും ഒക്കെ ഉണ്ടാവും അല്ലെ, അതുമായിട്ട് അലൈൻ ചെയ്യുന്ന കാര്യങ്ങൾ വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്, നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് ലവ്, സെൽഫ് കമ്പാഷൻ എന്നൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലെ.
സ്വന്തത്തോട് സ്നേഹിക്കുക, സ്വന്തത്തെ സ്നേഹിക്കുക, സ്വന്തത്തെ വിലമതിക്കുക എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോ നമുക്ക് നമ്മളോടൊരു കൈൻഡ് ആയിട്ട് കരുണയോടെ പെരുമാറാനായിട്ട് സാധിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരുടെയും ലൈഫിൽ എപ്പോഴും സക്സസ് മാത്രമാണോ? ഒരിക്കലല്ല. ഫെയിലിയേഴ്സ് ഉണ്ടാകും, മോശമായിട്ടുള്ള അവസ്ഥകൾ, സിറ്റുവേഷൻസ് എല്ലാം ഉണ്ടാകും. അതൊക്കെ നാച്ചുറലി സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആ സമയത്തൊക്കെ നമ്മൾ സ്വയം പരിചാരി എന്റെ വിധിയാണ്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുള്ളൂ, ഇങ്ങനെയുള്ള ചിന്തകൾ ഒരിക്കലും കൊടുക്കാനായിട്ട് പാടില്ല. നമുക്ക് നമ്മളൊരു കൂട്ടായിട്ട് വേണ്ടേ? നമ്മൾ തന്നെ നമ്മളെ പിടിച്ച് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആരാ നമ്മളെ രക്ഷിക്കാൻ വരിക? ആരും രക്ഷിക്കാൻ വരത്തില്ല. നമ്മൾ തന്നെ തയ്യാറാവണം. എനിക്ക് രക്ഷപ്പെടണം എന്ന് നമ്മൾ തന്നെ തയ്യാറായി ഇനിഷ്യേറ്റീവ് എടുത്ത് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടാകാം. അപ്പൊ സാരമില്ല, നിങ്ങൾ പറയുക പോട്ടെ, കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം, നീ വിഷമിക്കണ്ട എന്ന് നമ്മളോട് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാറുണ്ടല്ലേ, അവർക്ക് ആ ഒരു കഴിവുകളൊക്കെ ഉണ്ട്, എനിക്ക് ആ കഴിവൊന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്, എനിക്ക് അതൊന്നും കിട്ടിയിട്ടില്ല എന്ന് ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട് അല്ലേ? അത് നമ്മൾ ഒഴിവാക്കുക. അതൊരു വളരെ മോശമായിട്ടൊരു സ്വഭാവമാണ്. നമുക്ക് ഉള്ള കാര്യങ്ങളിൽ നമ്മൾ നന്ദിയോട് ഇരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, കമ്പാരിസൺ പാടില്ല. നമ്മളൊരു കുഞ്ഞിന്റെ മാർക്ക് വരുമ്പോൾ തന്നെ നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് നോക്കില്ലേ, ആ കുട്ടിക്ക് എത്രയുണ്ട്, അല്ലെങ്കിൽ നിന്റെ ക്ലാസ് ആരാ ടോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ തന്നെ തുടങ്ങുകയാണ്. കമ്പാരിസൺ നമ്മൾ തന്നെ പഠിപ്പിക്കുകയാണ് കുഞ്ഞുങ്ങളെ പോലും. അങ്ങനെ ആവരുത്. നമ്മുടെ ലൈഫിൽ കമ്പാരിസൺ പാടില്ല. ഒരു വ്യക്തിക്ക് ഒരു സക്സസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. അവർക്ക് നന്മ ഉണ്ടായല്ലോ, അല്ലെങ്കിൽ അവർക്ക് പോസിറ്റീവായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റുന്നത്, ഒരുപാട് അവർക്ക് എന്താ പറയാ വെൽത്ത് ഉണ്ടാവുന്നു, അബൻഡൻസ് ഉണ്ടാവുന്നു, അതിലൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഒരാൾക്ക് നന്മ ഉണ്ടാകുമ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കണം. അല്ലാണ്ട് ഒരിക്കലും കമ്പാരിസൺ പാടില്ല. ഓക്കെ. അതേപോലെ നമ്മളോട് നമുക്കൊരു സെൽഫ് കമ്പാഷൻ ഉണ്ടാവണം, സെൽഫ് ലവ് ഉണ്ടാവണം. മിസ്റ്റേക്ക് ഉണ്ടായിക്കോട്ടെ, പ്രശ്നമില്ല. നമ്മൾ എല്ലാവരും മിസ്റ്റേക്കിൽ നിന്നല്ലേ പഠിക്കുന്നത്. ആരുടെയും ലൈഫ് 100% പെർഫെക്റ്റ് ആയിട്ടുണ്ടോ? ആരുടെയും ലൈഫ് പെർഫെക്റ്റ് ഒന്നും അല്ലെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കേണ്ട വാല്യൂ നമ്മൾ തന്നെ കൊടുക്കണം. എന്നെങ്കിലേ നമുക്ക് ചുറ്റുമുള്ളവർ നമുക്ക് തരുള്ളൂ കേട്ടോ. നമ്മൾ എങ്ങനെ നമ്മളെ കാത്തു സൂക്ഷിച്ച് അല്ലെങ്കിൽ പരിപാലിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ബാക്കിയുള്ളവർക്ക് നമ്മളൊരു വില തരുന്നതെന്നാണ് അല്ലെ? ആദ്യം ഇപ്പൊ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ അക്സെപ്റ്റൻസോ മറ്റുള്ളവരുടെ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ട് വേണമെന്നല്ല. പക്ഷെ എപ്പോഴും പരാതിപ്പെടുന്നവരായിരിക്കും, എന്നെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്നെ അവർ റെസ്പെക്ട് ചെയ്യുന്നില്ല, എനിക്കൊരു വാല്യൂ തരുന്നില്ല എന്നൊക്കെ. പക്ഷെ അങ്ങനത്തെ ചിന്തകൾ ഒന്നും തന്നെയും വെക്കാൻ പാടില്ല. വേണ്ട, വിട്ടേക്കാൻ. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ നല്ല കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് പോസിറ്റീവായിട്ട് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സക്സസ്ഫുള്ളി മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ. ഇനി മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ വലിയ എന്താ പറയാ ഒരു അത്ഭുതമാണ് നമുക്ക് പറയാം കേട്ടോ. അത്ര വലിയ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് എല്ലാവരുടെയും ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പരാതികൾ പറയും, എനിക്കതില്ല, അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ പരാതികൾ കൊണ്ട് ഇങ്ങനെ നിൽക്കും. ആരും സ്വന്തം ആ ഒരു ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് ആരും കാണാറില്ല. ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. എത്ര കഷ്ടതകളിലും എത്ര ദുഃഖങ്ങളിലും ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, ഒരുപാട് അനുഗ്രഹങ്ങൾ അവിടെ കാണാനായിട്ടുണ്ട്. കിടക്കാൻ കിടപ്പാടമില്ലാത്ത ഒരുപാട് പേരുണ്ടല്ലേ. അവരെ സംബന്ധിച്ച് അനുഗ്രഹം നോക്കുകയാണെങ്കിലും ഉണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരു നേരത്തെ ഫുഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാനുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് വളരെ എന്താ പറയാ നമ്മുടെ ഫ്രീക്വൻസി ലെവൽ കൂട്ടണ, നമ്മുടെ എനർജി ലെവൽ കൂട്ടണ ഒരു വലിയൊരു ടൂളാണ്. ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. അത് ചെറുതും ആയിക്കോട്ടെ വലുതായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് മുൻപോട്ട് പോകുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഇതിപ്പോ നമുക്കൊരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടായി, അപ്പൊ ഇന്ന് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് ഒന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ലേൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ് അല്ലെ? നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളൊരു കാര്യം ലേൺ ചെയ്യും. കാര്യം എന്താണ്, അടുത്ത പ്രാവശ്യം ഞാനിത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഫെയിലിയർ ആയി പോയത്, അപ്പൊ അത് ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഞാൻ ഓക്കെ ആകും എന്നൊരു ചിന്ത നമ്മളുടെ ഉള്ളിലുണ്ടല്ലേ. അപ്പൊ ആ ഒരു തിരിച്ചറിവിന് നമുക്ക് നന്ദി പറയാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറയാൻ പറ്റും. സോ നമ്മൾ തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് ജീവിക്കുക. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രീക്വൻസി ലെവൽ, നമ്മുടെ കുടുംബത്തിന്റെ ഫ്രീക്വൻസി ലെവൽ തന്നെ ഹൈ ആവാനായിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് അട്രാക്ട് ചെയ്യാനും നമ്മുടെ കുടുംബത്തിൽ അട്രാക്ട് ചെയ്യാനൊക്കെ നമ്മളത് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഒരുപാട് പേര് കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കാതെ പോയിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക.
രാവിലെ എഴുന്നേൽക്കുന്ന ആ മൊമെന്റിൽ ചിന്തിക്കുക, എനിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് എനിക്ക് ആരോഗ്യത്തോടെ എനിക്ക് എഴുന്നേൽക്കാനായിട്ട് സാധിച്ചു. അതിന് നിങ്ങൾ നന്ദി പറയുക. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണത്. അതുപോലെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്റെ കുട്ടി, എന്റെ ഹസ്ബൻഡ്, എന്റെ പാരന്റ്സ് എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ അടുത്തൊരു ദിവസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം. അതിനേക്കാൾ വലുത് എന്താ നമുക്ക് ലൈഫിൽ വേണ്ടത് അല്ലേ? നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ എല്ലാവരും ഉണ്ട് നമ്മുടെ ഒപ്പം. അതിന് വളരെയധികം ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. തുടക്കത്തിൽ തന്നെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ആരംഭിക്കുക. കിട്ടുന്ന ഓരോ കാര്യങ്ങൾക്കും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ്, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി തന്നെ ഇപ്പൊ കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ എടുത്തരും ചെയ്തരും അല്ലേ, അവരോടും നന്ദി പറയുക. ഒരു ഫോർമാലിറ്റിക്കുള്ള നന്ദിയല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഉള്ളിൽ തെറ്റി പറഞ്ഞെങ്കിലേ അത് അഫക്റ്റ് ഉണ്ടാവത്തുള്ളൂ. ചുമ്മാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കപ്പ് ചായയോ അല്ലെങ്കിൽ വെള്ളമോ ആരെങ്കിലും എടുത്തരുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. നന്ദി പറയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു എന്താ പറയാ, ഞാൻ ഇത്രയും നാളും പറഞ്ഞില്ലല്ലോ, അതൊരു ഫോർമാലിറ്റി ആകുമെന്നൊന്നും ചിന്തിക്കേണ്ട. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു ശക്തി എന്താണെന്ന് പറയാം. അതായത് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ചെറുതും വലുതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കണം അല്ലെങ്കിൽ നന്ദിയോടുകൂടി ഇരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോക്കസിനെ ഷിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന്, നമ്മുടെ ബുദ്ധിമുട്ടിൽ നിന്ന്, നമ്മുടെ പ്രയാസത്തിൽ നിന്ന് നമുക്ക് കരകയറാനായിട്ട് പറ്റുന്ന ഒന്നാണ്. അത് നമ്മളെ അവിടെ നിന്ന് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നറിയാം ഫോക്കസ്, നമുക്കുള്ള കാര്യങ്ങളിലേക്ക്. എല്ലാവരും ഒരു പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കണം കേട്ടോ. നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തും ആയിക്കോട്ടെ, നമുക്ക് ചുറ്റുമുള്ള എന്തും ആയിക്കോട്ടെ. നമുക്ക് ടേബിൾ ഉണ്ടോ, അതിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമുക്കൊരു ബെഡ് ഉണ്ടോ, അതിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമുക്കുള്ള എല്ലാ സൗകര്യങ്ങൾക്കും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നൂറുകണക്കിന് എന്താ പറയാ, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ കാര്യങ്ങൾ നമുക്ക് നന്ദി പറയാനായിട്ട് ഉണ്ടാകും. പക്ഷെ അതെല്ലാം ഹൈഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. നമ്മൾ ബോധവാന്മാരല്ല അതിനെക്കുറിച്ച് തോന്നുന്നു. അതിങ്ങനെ ഹൈഡായി കിടക്കുകയാണ്. അതിനെ നമ്മൾ തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു വലിയ എന്താ പറയാ മഹാ അത്ഭുതം എന്നൊക്കെ പറയുന്ന കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നിങ്ങൾക്ക് ഓരോരുത്തരും ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്കായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്കായിക്കോട്ടെ, ചെറുത് വലുത് എന്തും ആയിക്കോട്ടെ, ഒന്നും നോക്കണ്ട, എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം. ഒരു പ്രശ്നം വന്നാലും അതിലും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. എനിക്കൊരു പ്രശ്നം വന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യം അറിയാനായിട്ട് സാധിച്ചത്. നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് കിടക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളൊക്കെ എന്താണ് അത് കണ്ടിട്ട് അവരും അത് പ്രാക്ടീസ് ചെയ്യും. ജസ്റ്റ് ഒരു കാര്യം പറയാട്ടോ. എന്റെ മോനാണെങ്കിൽ ടിവിക്കകത്ത് കുറച്ച് ടൈമൊക്കെ കാർട്ടൂണൊക്കെ കൊടുക്കും, ഇപ്പൊ സമയം വെച്ചിട്ടൊക്കെ കൊടുക്കും. ആ സമയത്ത് കാണുമ്പോൾ ഒരു വലിയൊരു എന്താ പറയാ വലിയൊരു ഫാമിലിയുടെ ഒക്കെ ഒരു വ്ളോഗ് കാണും. ഇഷ്ടമാണ് കാണാനായിട്ട് അത്. അപ്പൊ അതിനകത്ത് കുട്ടികളും അച്ഛനും അമ്മയൊക്കെ ഉള്ള ഒരു വ്ളോഗാണ്. അപ്പൊ ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്യുന്നത് കാണും. ഓരോ ഷോപ്പിലൊക്കെ ചെന്നിട്ട് ഒരുപാട് ടോയ്സ് ഒക്കെ എടുത്തെടുത്ത് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നതൊക്കെ കാണും. അപ്പൊ എന്റെ ഒരു തോട്ട് ഇങ്ങനെയായിരുന്നു, അപ്പൊ ഇവനിത് കണ്ടിട്ട് ഇനി ഇവൻ ഇതിലേക്ക് ആകോ, ഇങ്ങനെ എനിക്ക് ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുമോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു എന്റെ മനസ്സിൽ തോട്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് അവൻ്റെ ചോദിച്ചു, മോൻ ചിന്തിക്കുന്നുണ്ടോ അവര് ലക്കി, ആ കുട്ടി ലക്കിയാണ് മോൻ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ആ കുട്ടി ലക്കിയാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ കുറിച്ച് എന്താ ചിന്തിക്കണേന്ന് ചോദിച്ചു. അപ്പൊ ഞാനും ലക്കിയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ആഹാ ആണല്ലേ. അപ്പൊ എന്നിട്ട് അവൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് പറയാണ്, എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, എനിക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ട്, എനിക്ക് ടോയ്സ് ഉണ്ട്, എനിക്ക് വീടുണ്ട്, എനിക്ക് നല്ല സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്, പിന്നെ ഞാൻ ലക്കിയല്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ പറഞ്ഞു, ശരിക്കും അമ്മയ്ക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്, നീ അങ്ങനെയുള്ള കാര്യങ്ങൾ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് ചെറിയൊരു ഇത് തോന്നി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെയിലി കിടക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഞാൻ പറയും, സ്കൂളില് ടീച്ചേഴ്സ് സ്നേഹത്തോടെ പെരുമാറിയതിന് നന്ദി, അതേപോലെ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി, സൗകര്യങ്ങൾക്ക് നന്ദി, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയിക്കാറുണ്ട്. ഫുഡ് അങ്ങനെ എല്ലാത്തിനെയും എടുത്തെടുത്ത് നന്ദി പറയിക്കാറുണ്ട്. ഞാൻ പറയുന്നത് കാണുമ്പോൾ കുഞ്ഞും അത് ചെയ്യാറുണ്ട്. അവനത് കിടക്കാണെങ്കിൽ പോലും എഴുന്നേറ്റ് ഇരുന്നിട്ടാണല്ലോ അവനത് പറഞ്ഞിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ കുടുംബത്തും ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ കുഞ്ഞു മക്കളിലും ഇതൊക്കെ നമ്മൾ കൊടുക്കുക. അതുവഴി അപ്പൊ ഈ ഒരു ചെറിയ പ്രായത്തിലെ കൊടുക്കുമ്പോൾ അവരിങ്ങനെ അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധവാന്മാരാകും. ചെറുതിലെ ഇങ്ങനെ എന്താ അറിവുണ്ടായിരിക്കും അവർക്ക്. ഇന്ന കാര്യമുണ്ട്, ഞാൻ ഹാപ്പിയാണ്. എത്രയോ കുഞ്ഞുങ്ങൾക്ക് വീടില്ലാണ്ടുണ്ട് അല്ലെ, തെരുവിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഞാൻ പറയും, കേട്ടോ നമുക്ക് എത്ര സൗകര്യങ്ങളുണ്ട്, ഫുഡ് കഴിക്കാൻ മടി കാണിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിലെ കുട്ടികളിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഫാമിലിയിൽ അറിയാത്തവരിൽ പറഞ്ഞു കൊടുക്കുക. അത് തീർച്ചയായിട്ടും ആ ഒരു എന്താ പറയാ അവരുടെ ഒരു
ഫ്രീക്വൻസി ലെവൽ ഇൻക്രീസ് ചെയ്യാനും അവർക്ക് നന്മകളിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. സോ എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യുമല്ലോ അല്ലെ? ചെയ്യുവോ? തംസപ്പ് എന്നിട്ട് എല്ലാവരും എത്ര പേര് ചെയ്യും? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് ഹാപ്പിനെസ് നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ലിവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നിമിഷം ജീവിക്കുക എന്നുള്ളത്. പലരും ഉണ്ടല്ലോ കഴിഞ്ഞു പോയ കാലത്തിൽ ഇപ്പോഴും കിടക്കുന്നവരുണ്ട്. കഴിഞ്ഞു പോയ കാലത്ത് കിടക്കുക എന്ന് പറയുമ്പോഴേ പാസ്റ്റിൽ ഒരുപാട് ട്രോമാസ് ഉണ്ടാകാം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുണ്ടാകാം, അതിലിപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷേ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ വിടാതെ നമ്മൾ ഇപ്പോൾ നമുക്ക് എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും? അതേപോലെ നമുക്കറിയത്തില്ലല്ലേ ഫ്യൂച്ചറിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണയില്ല. നമുക്ക് നേരത്തെ അറിയാനായിട്ടുള്ള എന്തെങ്കിലും വിദ്യകളുണ്ടോ? ഒന്നും തന്നെ ഇല്ല. പിന്നെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് നമ്മൾ വെറുതെ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിച്ച് എന്റെ ഫ്യൂച്ചർ എങ്ങനെയാകും അല്ലെങ്കിൽ എന്റെ ഫാമിലി എങ്ങനെയാകും, അങ്ങനെയാകും ഇങ്ങനെയാകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത്രയും ടെൻഷൻ എടുത്തിട്ട് എന്താണ് കാര്യം? ഒരു കാര്യമില്ല. നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഈ ഒരു നിമിഷം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമുക്ക് കിട്ടുന്ന ഓരോ ഡേയും ബോണസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓരോ നിമിഷവും നമുക്ക് ബോണസാണ്. അല്ലാണ്ട് നമുക്ക് ഒരിക്കലും അതെന്താ നമുക്ക് നാളെ നമുക്കുണ്ട് മറ്റന്നാൾ എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും ബോണസ് ആണ്. അത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമുക്ക് ചുറ്റുമുള്ളവരിലേക്കും നമുക്ക് ആ ഒരു ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാണ്ട് പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അതിനകത്തൊരു എൻജോയ്മെന്റ് അത് കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ നമുക്കാണെങ്കിൽ എന്താ പറയാ, നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോഴേ നമ്മൾ എങ്ങനെയാ പലരും കഴിക്കുന്നത്? ഒന്നെങ്കിൽ TV കണ്ടിട്ട് അല്ലെങ്കിൽ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കില്ലേ ഫുഡ്. ആ ഫുഡിന്റെ ടേസ്റ്റ് എന്താണെന്നോ അല്ലെങ്കിൽ ടെക്സ്ചർ എന്താണ് അതിന്റെ ഒന്നും തന്നെ ആരും മനസ്സിലാക്കില്ല. അങ്ങനെ ആയിരിക്കരുത്. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ രൂപം എന്താണ്, അതിന്റെ ടേസ്റ്റ് എന്താണ്, അതിന്റെ കളർ എന്താണ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ആസ്വദിച്ച് വേണം കഴിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് മൈൻഡ്ഫുൾനെസ്സോട് കൂടിയിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് ആഴത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുക. മൈൻഡ്ഫുൾനെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അത് നമുക്ക് ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നതിനെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ പറ്റും. അത് ഹാപ്പിനെസ് വന്നു പോയി അങ്ങനെ നിൽക്കില്ല. അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഇപ്പൊ ഒരു തണുത്ത വെള്ളം കുടിക്കുമ്പോൾ അറിയാലേ നമുക്ക് ആ ഒരു തണുത്ത വെള്ളം പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ലേ? നമ്മുടെ തൊണ്ടിൽ കൂടെ ഇറങ്ങി പോലെ അറിയാൻ പറ്റും അല്ലെ? അതേപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു പ്രവർത്തികളും നമ്മളൊന്ന് മൈൻഡ്ഫുൾനെസ്സോടൊന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, പാസ്റ്റിൽ നടന്നിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങളിൽ ഒരിക്കലും സ്റ്റക്കായിട്ട് നിൽക്കാതിരിക്കുക. ഇനി നമുക്കുള്ളത് പ്രസന്റ് മൊമെന്റ് ആണ്, ഇപ്പോഴുള്ള ഒരു നിമിഷമാണ്. ആ നിമിഷം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റുള്ളവരോട് നമ്മൾ സന്തോഷത്തോടെ പെരുമാറുക, ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് പെരുമാറുക, സംസാരിക്കുക. പിണക്കമോ ദേഷ്യമോ ഒന്നും വെച്ച് മുമ്പോട്ട് പോകാണ്ട് നമ്മൾക്ക് ഈ ഒരു നിമിഷമേ ഉള്ളൂ എനിക്ക്, ആ ഒരു നിമിഷം ഞാൻ ഹാപ്പി ആയിരിക്കും. അതിന് ഒന്നും തകർക്കാനാകില്ല. ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അതെല്ലാം മാറി മറിഞ്ഞ് വരും. പക്ഷെ ഒരിക്കലും അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താ പറയാ പുറകോട്ട് പോകാൻ പാടില്ല, നമ്മൾ ഡൗൺ ആകാനായിട്ട് പാടില്ല. സോ നമ്മൾ പ്രസന്റിൽ ഫോക്കസ് ചെയ്യുക, പ്രസന്റിൽ വളരെയധികം സന്തോഷം കണ്ടെത്താനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. ഈ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ഒന്ന് മാറ്റി വെച്ച് എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെച്ചിട്ട് നിങ്ങളത് ആസ്വദിച്ചിട്ട് അതിന്റെ കളറ് രൂപം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് ആസ്വദിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കി. അതേപോലെ വെള്ളം കുടിക്കുമ്പോൾ അങ്ങനെ കുഞ്ഞു ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ്സോട് കൂടി നിൽക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഹാപ്പിനെസ് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് നിലനിർത്താനും സഹായിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബിൽഡ് ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് മൊത്തത്തിൽ പ്രശ്നമായിരിക്കും അല്ലെ? അപ്പൊ ഈ ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും, ഞാൻ ഭയങ്കര പോസിറ്റീവാണ്, ഞാൻ ഭയങ്കര എന്താ പറയാ ഹാപ്പി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും മറ്റുള്ളവരെ നന്മ കാണാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്, പക്ഷെ എന്റെ ചുറ്റുമുള്ളവർ അങ്ങനെയല്ല എന്ന് ചിന്തിക്കുന്നുണ്ടാകും. അപ്പൊ നമുക്ക് ഒരു ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യകരമായിട്ടുള്ള അല്ലെ? ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ അതിരുകളെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും വീടുണ്ട് അല്ലെ? ആ ഒരു വീടിന് എന്താണ് ചുറ്റുമതിലുണ്ടാകും, അതേപോലെ തന്നെ വാതിലുണ്ടാകും. അപ്പൊ ഈ ഒരു ചുറ്റുമതിലും വാതിലൊക്കെ കടന്നിട്ട് ആരൊക്കെ വരണം?
ആരൊക്കെ വരാൻ പാടില്ല എന്നുള്ളത് നമ്മൾ തന്നെയല്ലേ നിശ്ചയിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാ ഈ ചുറ്റുമുതലും വാതിലൊക്കെ വെക്കുന്നത്? വെറുതെ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് നമുക്കും ആവട്ടെ എന്നാണ്? ഒരിക്കലും അല്ല കേട്ടോ. നമ്മളുടെ അതായത് നമ്മളുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പരിധി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് എത്രത്തോളം നമ്മളിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നതാണ്. നമുക്കൊരു പ്രൊട്ടക്ഷൻ ആണ്. നമുക്കൊരു പ്രൊട്ടക്ഷൻ ആണിത് ഈ ഒരു ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറയുന്നത്. മറ്റുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ എല്ലാത്തിൽ നിന്നും മാറി ഒരു പ്രൊട്ടക്ഷൻ ആണ് ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചിലർ പറയും ഇപ്പൊ ഹെൽത്തി ബൗണ്ടറീസ് എന്നൊക്കെ പറയുന്നു, ശരി തന്നെ. ഇതിന്റെ കൂടെ തന്നെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അവരങ്ങനെയല്ല, അപ്പൊ എനിക്കത് പറ്റില്ല, ഒന്നും ചെയ്തു കൊടുക്കാതിരിക്കാൻ. അങ്ങനല്ല, ചെയ്തു കൊടുക്കാതിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. അവരോട് വളരെ കരുണയോട് സ്നേഹത്തോടെ പെരുമാറുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യണമെന്നല്ല, ഒരു റിലേഷൻഷിപ്പും നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതില്ലെന്നേ. ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവരെ വേണ്ട അവരെ വേണ്ട, ഇവരോട് ഞാൻ മിണ്ടത്തില്ല, അവരെ ഇനി വിളിക്കാൻ പോലും, അങ്ങനെയല്ല ഒരിക്കലും. ആ ഒരു റിലേഷൻ അവിടെ ഉണ്ട്, പക്ഷെ അതിന് കുറച്ചൊരു ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബൗണ്ടറീസിൽ എന്തൊക്കെ നിൽക്കണം എന്നറിയാമോ? ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടുണ്ട്, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തൊക്കെ ചിലപ്പോ നമ്മൾ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യുമ്പോൾ അപ്പൊ തന്നെ ആ ഹാപ്പിനെസ് അവിടെ ഇല്ലാണ്ടായി പോകും അല്ലെ? അപ്പൊ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ട. നമ്മൾ അവരോട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം, അവർക്ക് വേണ്ട പോലെ ചെയ്യാം, അവരോട് നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ എന്തൊക്കെ സംസാരിക്കണം എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പിനും ഹെൽത്തി ബൗണ്ടറീസ് ഉണ്ടായിരിക്കണം കേട്ടോ. ഇപ്പൊ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പിനകത്ത് അവിടെയും ഒരു ഹെൽത്തി ബൗണ്ടറീസ് വെക്കണം. കുട്ടികളുമായിട്ടൊക്കെ ഒരു ഹെൽത്തി ബൗണ്ടറീസ് വെക്കണം. ഒരുപാട് ആരുടെയും കാര്യത്തിൽ ഒരുപാട് ഇൻവോൾവ് ആയി കുളമാക്കാനായിട്ട് പാടില്ല. ഈ ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവരിലും ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ചുറ്റുമുള്ളവർക്കും ഉണ്ട് ഹെൽത്തി ബൗണ്ടറീസ്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം സെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഹെൽത്തി ബൗണ്ടറീസ് ഉണ്ട്, പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെയില്ല, അങ്ങനെ കൊടുക്കുന്നില്ല എന്ന് ചിന്തിക്കരുത്. അപ്പൊ എല്ലാവർക്കും ഹെൽത്തി ബൗണ്ടറീസ് ഉണ്ടാവുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതായത് നമുക്കിപ്പോ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരെ താല്പര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മുടെ വാല്യൂസിന് എതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പൊ നമ്മൾ നോ പറയാനായിട്ട് പഠിക്കുക. ഇപ്പൊ നോ പറയാന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും എന്താ പറയാ, ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത് ഇമോഷന്റെ പുറത്തു നിന്നുകൊണ്ട് സംസാരിക്കാനോ ദേഷ്യപ്പെടാനോ അലറാനോ ഒന്നും അല്ല പറയുന്നത്. റെസ്പോണ്ട് ചെയ്താൽ മതി. വളരെ ആലോചിച്ചിട്ട് നല്ല തന്മയത്വത്തിൽ ഒരു മറുപടി നമുക്ക് പറയാനായിട്ട് സാധിച്ചാൽ മതി. അതാണ് ഏതൊരു റിലേഷൻഷിപ്പിന്റെയും വിജയം എന്ന് പറയുന്നത്. സോ നമ്മൾ ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എനിക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഓപ്പൺലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ ഹെൽത്തി ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഹെൽത്തി ബൗണ്ടറീസിലൂടെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്, നമുക്ക് എല്ലാവരുടെയും ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് എനിക്ക് എന്താണ് എന്റെ ലൈഫിൽ മീനിങ് തരുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ലൈഫിൽ പോസിറ്റീവ് ആക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് എല്ലാ വ്യക്തികൾക്കും കുറേയധികം ഹോബീസും കുറേയധികം ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പലരും സമയം കണ്ടെത്താറില്ല എന്നല്ലേ? ഒരു തിരക്കിട്ട ജീവിതത്തിൽ ആർക്കും സമയമില്ല, ഒന്നും ചെയ്യാനായിട്ട് സമയമില്ല. അങ്ങനെയല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, നമുക്ക് നമ്മൾ മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, പുസ്തകം വായിക്കുന്നതാകാം, എഴുതുന്നതാകാം, എന്തും ആയിക്കോട്ടെ, ഇത് നമ്മളെ എന്താ പറയാ ഒരു അലൈവ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇത് സഹായിക്കുന്നുള്ളതാണ്. സോ നമുക്ക് പർപ്പസ് തരുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു മീനിങ് തരുന്ന കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുമ്പോൾ അത് മറ്റുള്ളവരെ സഹായിക്കുന്നതിലാകാം, അല്ലെങ്കിൽ നമുക്ക് നല്ല വാക്കുകൊണ്ട് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതാകാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരു എന്താ പറയാ ഓപ്പൺ ആയിട്ട് നമുക്ക് അത് സംസാരിക്കാനും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാനും ഒക്കെ സഹായിക്കാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മുടെ പർപ്പസ് എന്താണ്? ഓരോരുത്തർക്കും ലൈഫിൽ ഓരോരോ പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്താണെന്ന് കണ്ടെത്തണം. ചിലരെ കണ്ടിട്ടുണ്ട് ഒരുപാട് ഏജ് ആയിട്ടും പറയുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പോഴാണ് ഞാൻ എന്റെ പർപ്പസ് മനസ്സിലാക്കണമെന്ന് പറയാറുണ്ട്. അപ്പൊ ഇത്രയും നാൾ അവർക്ക് അതിനെക്കുറിച്ചിട്ടൊരു അറിവുണ്ടായിട്ടില്ല. അങ്ങനെ ആവരുത്. നമുക്കൊരു പർപ്പസ് എന്താണ് ഇല്ല ഈ പറയുന്ന ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലൂടെ കൊണ്ടുപോകണം, ആലോചിക്കണം, നിങ്ങൾ എഴുതി തന്നെ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതായത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല,
നമുക്ക് ചില കാര്യങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളല്ല ചിലതൊന്നും, ഇല്ലേ? അതായത് ഇപ്പൊ നമുക്ക് ഓക്കെ അപ്പൊ ആണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇംപെർഫെക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. സോ ആ ടൈമിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ വിട്ടുകൊടുക്കുക. എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളെയും മെയിൻറ്റെയിൻ ചെയ്ത് അതേപോലെ കൊണ്ടുപോകാനോ ഒന്നും സാധിച്ചെന്ന് വരത്തില്ല. നമ്മൾ എല്ലാവരും മനുഷ്യരാണ് അല്ലെ? അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് ഇപ്പം സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വിട്ട് കളയുക. നമ്മൾ ജസ്റ്റ് എന്താ പറയാ, ഇപ്പോൾ ചെയ്തേക്കാം, വിട്ട് കളഞ്ഞേക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. അതായത് ഓവർ സ്ട്രെസ് ആയി അല്ലെങ്കിൽ അത് നമ്മൾക്ക് മെന്റലി ഫിസിക്കലി ഒക്കെ ടയർനെസ് തീർച്ചയായിട്ടും ഉണ്ടാക്കും. സോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് വിട്ടുക. നമുക്ക് എന്തെങ്കിലും ലോസോ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകും. അതൊന്നും ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ അത് വിട്ടേക്ക്. ആ റിയാലിറ്റിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കതിനെ വിട്ടുകളയാനായിട്ട് കഴിയണം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമുക്ക് സഹായിക്കുന്ന ഹാപ്പിനെസ് അല്ലെങ്കിൽ സഹായിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് നമുക്ക് ഉണ്ടാകുന്നത് വഴി അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് എങ്ങനെ നിലനിർത്താം എന്നുള്ളതും ഒക്കെ ഈ ഒരു ക്ലാസ് നമുക്ക് വ്യക്തമായി വിചാരിക്കുന്നു. ഇപ്പൊ ടൈം കഴിയാറായിട്ടോ, കഴിഞ്ഞു ഏകദേശം അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് പെട്ടെന്ന് ഓടിച്ച് സത്യം പറയാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി അല്ലേ? നമുക്ക് ഒരിക്കലും പുറത്തുനിന്ന് കിട്ടുന്നതല്ല, അത് നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കാര്യമാണ്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് അത് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നു മുതൽ ഇത് ലൈഫിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. ഇതുവരെ കേട്ടുകൊടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശരണ്യ മാം ഫോർ യുവർ വണ്ടർഫുൾ സെഷൻ. നമുക്ക് ശരണ്യ മാം വളരെ കൃത്യമായിട്ട് നമ്മുടെ ലൈഫിൽ എങ്ങനെയൊക്കെ ഹാപ്പിനെസ് കണ്ടെത്താന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് എവിടെയാണെന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മുടെ ചുറ്റിലുള്ള ആളുകളിൽ അല്ലെ ചുറ്റിലുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ എപ്പോഴും ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കാറ്. പക്ഷെ ഹാപ്പിനെസ് ഈസ് വിത്തിൻ അസ് അല്ലെ? നമ്മളിൽ തന്നെയാണ് നമ്മുടെ ഹാപ്പിനെസ് ഇരിക്കുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ശരണ്യ മാം വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. എത്രത്തോളം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നു, നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നു, അത്രത്തോളം അനുഗ്രഹങ്ങൾ നമുക്ക് വന്നു ചേരും എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താം, ഏതൊക്കെ വഴിയിലൂടെ നമ്മൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്നും എന്തൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ശരണ്യ മാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ സെഷൻ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ അനില മാമിനെ വെൽക്കം ചെയ്യാം. ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു വെൽക്കം മിസ് Anila Suresh. Okay, welcome for our wonderful session. I am honored to introduce our esteemed mind coach, Miss Anila Suresh, as a renowned expert in meditation. Okay, welcome Anila. Thank you so much, Manisa ma'am. So എല്ലാവർക്കും എന്റെ വോയിസ് ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻജോയ് ചെയ്തോ? എങ്ങനെയാണ് നമുക്ക് ഹാപ്പി ആയി ഇരിക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ശരണ്യ മാം വളരെ ഡീറ്റെയിൽ ആയി നീറ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമ്മൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ എന്തൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയി ഇരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് മാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു മീറ്റിംഗിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റർ കണ്ടിട്ടായിരിക്കും അല്ലേ? ഹൗ ടു ലീവ് ഹാപ്പിലി. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻസ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് കിട്ടിയല്ലേ? കുറച്ച് കാര്യങ്ങളും കിട്ടിയില്ലേ? കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ, നമ്മുടെ ചാറ്റ് ബോക്സിൽ യെസ് എന്ന് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിയാക്ഷൻ ഇടാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇഷ്ടപ്പെട്ടോ? ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, സുജിത മാം, പ്രിയങ്ക, യെസ്, വിഷ്ണുജ, യാ, ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. സോ ചേഞ്ച് യുവർ തോട്ട്സ്, ട്രാൻസ്ഫോം യുവർ ലൈഫ് എന്നാണ് നമ്മുടെ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് അല്ലേ? സർട്ടിഫൈഡ് മൈൻഡ് കോച്ച് ആയിട്ടുള്ള ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് ഒരു വർക്ക്ഷോപ്പ് ആണ് ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്. ജസ്റ്റ് 7 ഡേയ്സിലുള്ള ഒരു വർക്ക്ഷോപ്പ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരുപാട് നന്മയുള്ള വ്യക്തികളാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ നമുക്ക് അറിയാത്തൊരു കാര്യമാണ് നമ്മൾ എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളാണെന്നുള്ള കാര്യം നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇത് ഇങ്ങനെയുള്ള ഓരോ സെഷൻസിലും കാര്യങ്ങളിലൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് അറിയില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുമോ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, അങ്ങനെ എങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കലുണ്ട്. പക്ഷെ നമ്മുടെ ലൈഫിൽ എന്താവണം, എങ്ങനെയാവണം, എങ്ങനെ സന്തോഷമായി ഇരിക്കണം. സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സ്, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോം ചെയ്ത് ഒരു അടിപൊളി സക്സസ് ലൈഫിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 7 ഡേയ്സ് ആണ് വർക്ക്ഷോപ്പ് ഉള്ളത്. അപ്പൊ ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നമ്മുടെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യണേ.
സ്ക്രീൻ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു. സോ നമ്മുടെ മൈൻഡ് അപ്ഗ്രേഡിങ്, നമ്മുടെ മനസ്സ് പലർക്കും പല ടൈപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. ചിലർ നല്ല ഹാപ്പിനെസ്സിലായിരിക്കും, ചിലർ സാഡ്നെസ്സിലായിരിക്കും, ചിലർ എന്താണ് അവസ്ഥ എന്ന് അറിയാത്തൊരവസ്ഥയിലായിരിക്കും. നമുക്കൊരു നല്ല ജോബ് വേണം, നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കണം, നമ്മുടെ ലൈഫ് ഹാപ്പി ആയിരിക്കണം, ഫാമിലി ലൈഫ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, വാട്ട് എവർ എന്താണെങ്കിലും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും. ആർക്കും വിഷമിച്ചിരിക്കാനോ സങ്കടപ്പെട്ടിരിക്കാനോ ഒന്നും സമയമില്ല. പക്ഷെ നമ്മുടെ ലൈഫിലൊക്കെ ആ സമയങ്ങൾ മാറ്റിവെക്കുന്നത് ആകുലതകൾക്കും വ്യാകുലതകൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ ലൈഫിൽ എങ്ങനെ ഹാപ്പി ആയി ഇരിക്കാം എന്നത് ഒരു 7-day വർക്ക്ഷോപ്പിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് 24/7 എന്ന രീതിക്ക് നമ്മുടെ സപ്പോർട്ട് കംപ്ലീറ്റ്ലി ഉണ്ടായിരിക്കും. വിത്ത് ഫണ്ണോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയാ, നമ്മുടെ ഈ ഒരു വെബിനാറിന് ശേഷം നമ്മൾ നടത്തുന്ന ഈ ഒരു നമ്മുടെ 7-day വർക്ക്ഷോപ്പിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ മൈൻഡ് അപ്ഗ്രേഡ് എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിന് നമുക്ക് 5,000 rupees ആണ് വരുന്നത്. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഓഫർ ആയിട്ട് 2,500 rupeesനാണ് നമ്മൾ ഇത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ പലരും ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ഒരു എമൗണ്ട് കൊടുത്തിട്ട് നമ്മളിപ്പോ ഹാപ്പിനെസ് മേടിക്കണോ എന്നുള്ളത്. അപ്പോൾ ഞാനൊരു കാര്യം പറയാണ്, നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോ ബ്യൂട്ടി പാർലറിൽ പോകുന്ന സ്ത്രീകൾ ഇവിടെ ഉണ്ടായിരിക്കും അല്ലെ, ലേഡീസ്, അല്ലെങ്കിൽ നമ്മൾ ജെന്റ്സ് ആണെങ്കിൽ കൂടുതൽ നമുക്ക് നോക്കാം, നമുക്ക് റേഷൻ കടയിലുള്ളതിനേക്കാളും ക്യൂ ആയിരിക്കും ബാറിലൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ ഉള്ളവർ അങ്ങനെയൊന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷെ ഞാൻ പറയാണ്, നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങോട്ടും നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഓണം, വിഷു ഒക്കെ നമുക്ക് ആ കാര്യങ്ങൾ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ മാറ്റി വെക്കാം. ബ്യൂട്ടി പാർലർ ഒരു മോശപ്പെട്ട സ്ഥലമല്ല, ബാർ നമ്മൾ പറയലുണ്ട്, എന്നാലും ഗവൺമെന്റ് ഒന്നും നിർത്തുന്നില്ല, വട്ടവർ. പക്ഷെ നമ്മൾ അവിടെയെല്ലാം നമുക്കൊരു ഓണം, ഒരു വിഷു അല്ലെങ്കിൽ ഫാമിലിയോട് ഒത്തുകൂടി നമ്മൾ പോവുക, ഒരു ദിവസത്തെ സന്തോഷത്തിന് അല്ലെങ്കിൽ ഒരു നേരത്തെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കലുണ്ട് ഇല്ലേ? ശരിയല്ലേ? ആണെങ്കിൽ ഒന്ന് തംസ് അപ്പ് ചെയ്യൂ. നമ്മൾക്ക് ഒരു എന്തെങ്കിലും ഒരു പ്രത്യേക തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് നമ്മൾ കടം വാങ്ങിയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ക്യാഷ് ചെലവാക്കും അല്ലെ? പക്ഷെ നമ്മുടെ ലൈഫിൽ നമുക്ക് ലൈഫ് ലോങ് ഫുൾ ടൈം നമ്മുടെ ജീവിതത്തിൽ മുഴുവനും ഹാപ്പി ആയി ഇരിക്കാൻ വേണ്ടി നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമുക്ക് തോന്നിയ രീതിയിലൊക്കെ പോകുന്ന ഒരു മൈൻഡ് ആയിരിക്കും നമ്മുടെ. അപ്പൊ നമ്മുടെ മൈൻഡിന് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ നിങ്ങളുടെ ആരുടെയും തെറ്റുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു പാറ്റേൺ അല്ല. നമ്മുടെ മനസ്സിൽ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആളുകൾ അങ്ങനെ ആയിരിക്കും നമ്മുടെ ലൈഫിലേക്ക് ഈ ഒരു തോട്ട്, ഈ ഒരു തിങ്കിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുക. ആ പാറ്റേൺ നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പാറ്റേണിൽ നിന്ന്, നെഗറ്റീവ് പാറ്റേണിൽ നിന്ന് മാറി പോസിറ്റീവ് പാറ്റേണിലേക്ക് വന്ന് എങ്ങനെ കറക്റ്റായി മനുഷ്യ മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ 3 പേരും, ഞങ്ങൾ ഓരോരുത്തരും കോഴ്സ് ഒക്കെ എടുത്ത് പഠിച്ചാണ് സർട്ടിഫൈഡ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് 100% ഞങ്ങൾ ഷുവർ തരികയാണ്, ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ഒപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് ഈ ഒരു സെഷനിലൂടെ, ഈ ഒരു 7 days വർക്ക്ഷോപ്പിലൂടെ നമ്മുടെ മൈൻഡിനെ എന്താ ചെയ്യാൻ പറ്റും? ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അതും ഹാപ്പിനെസ്സോട് കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്നാണ് ഇപ്പൊ നോക്കാൻ പോകുന്നത് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ഇന്നത്തെ ഈ ഒരു സെഷൻ ഇതുവരെ കംപ്ലീറ്റ്ലി ഇരുന്ന വ്യക്തികൾക്ക് മാത്രം ഞങ്ങൾ 5,000 rupeesന്റെ ആ ഒരു കോഴ്സിന് 999 rupeesനാണ് നിങ്ങൾക്ക് തരുന്നത്. അത് ഈ 24 hours മാത്രമേ ഉള്ളൂ. ഇപ്പൊ ടൈം 9 മണിയായി അല്ലെ? 9 മണി. നാളെ 9 മണി വരെയാണ് ഈ ടൈം ഉണ്ടാവുക. അതിനുശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പക്ഷെ എമൗണ്ട് വരുന്നത് 2,500 ആയിരിക്കും. ഓക്കെ, 24 hours ഉള്ളിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നവർക്ക് ജസ്റ്റ് 999 rupees ഓൺലി. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കൂടെ നമ്മുടെ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മളുടെ ഈ ഒരു ജോയിനിങ്ങിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും സന്തോഷം കിട്ടുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് വരുന്ന പറയാ, സന്തോഷത്തോടൊപ്പം തന്നെ സമൃദ്ധി വരുന്ന പറയില്ലേ? നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന എന്തൊരു കാര്യമാണെങ്കിലും അതിൽ നിങ്ങൾക്ക് ഫുൾ ഫോക്കസ് കിട്ടാനും നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായി പറഞ്ഞു തരാനും വിത്ത് മെഡിറ്റേഷനോട് കൂടി വിഷ്വലൈസേഷൻ അങ്ങനെയുള്ള ഒരുപാട് ടൂൾസുകൾ, കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ വിചാരിക്കാത്ത അത്രയും നല്ല ലെവലിലേക്ക് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വർക്ക്ഷോപ്പ് കൊണ്ട് പറ്റും. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. നിങ്ങൾ ഓരോരുത്തർക്കും നമ്മളുടെ ഈ ഒരു സെഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അത്രയും സ്നേഹപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യാണ്.
സോ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ഇരുന്നതിൽ. ആൻഡ് ഞങ്ങളുടെ വർക്ക്ഷോപ്പിലും നിങ്ങൾ എല്ലാവരും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിങ്ക് കിട്ടിയിട്ടായിരിക്കും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പോസ്റ്റർ ത്രൂ ആയിരിക്കും. അപ്പോൾ അതിലുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ വർക്ക്ഷോപ്പിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓരോ ദിവസവും ഇന്ന് നിങ്ങൾ എന്താണോ അവിടെ നിന്നും ഇനിയും ഓരോ ദിവസവും സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്ത് വളരെ മികച്ച ഒരു ജീവിത രീതിയിലേക്ക്, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, ഇത്ര പോകുന്നൊരു ലൈഫേ നമുക്കുള്ളൂ. ആ ഉള്ള ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, സക്സസ് ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ടൈം ഏകദേശം എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ശരണ്യമ്മ കുറച്ച് തോനെ സമയം എടുത്തുകൊണ്ട് എനിക്ക് ഇന്ന് നമ്മളുടെ ഈ ഒരു സെഷനിൽ നമ്മൾ 9 o'clock വരെയാണ് അല്ലേ. അപ്പൊ നമ്മുടെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഐ ആം ഹാൻഡ് ഓവർ ദിസ് mic to Miss Humanisa ma'am. Thank you all. Thank you, Anila ma'am. Thank you for making it clear about our plan. ഓക്കെ, അനില മാം നമ്മുടെ വർക്ക്ഷോപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും നമ്മൾ ഒരു മൈൻഡ് റീവയറിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകളുണ്ടാവും. നിങ്ങൾക്ക് സ്ട്രെസ്, അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സാധനമാണല്ലേ ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, നിങ്ങളെ കേട്ടിരിക്കാൻ ഒരാളില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവും. അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് സ്ട്രെസ് ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എങ്ങനെ അതിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത്, നമുക്ക് എപ്പോഴും ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ മൈൻഡ് കോച്ചിന്റെ സഹായം തേടുക എന്ന് പറയുന്നത് അപ്രാപ്യമായ ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് തന്നെ സ്വന്തമായിട്ട് എങ്ങനെ നമ്മുടെ മൈൻഡ് റീവയറിംഗ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹാപ്പിനെസ്സിലേക്ക് നമുക്ക് ചെന്നെത്താൻ പറ്റും, അല്ലെ നമ്മുടെ മൈൻഡിന് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും, നമ്മളെ ഇമോഷൻസിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ 7 days വർക്ക്ഷോപ്പിലേക്ക് നിങ്ങൾ പറ്റാവുന്ന ആളുകൾ, നിങ്ങൾക്ക് ആഗ്രഹമുള്ള ആളുകളൊക്കെ ജോയിൻ ചെയ്യുക. ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് അഡ്മിഷൻ ടുഡേ ഇറ്റ്സെൽഫ്. അത് ഇന്ന് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. നാളെ 9 o'clock വരെയാണ് നമ്മുടെ സ്പെഷ്യൽ ഓഫർ ഉള്ളത്. അനില മാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഉള്ള ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ, നിങ്ങൾ ഒന്നുകിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകളായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്നുള്ള ആളുകളാണെങ്കിൽ പോലും നമ്മുടെ ഷെയർ ചെയ്തിട്ടുള്ള പോസ്റ്ററിൽ ഞങ്ങളുടെ നമ്പറുകളുണ്ട്. അപ്പൊ ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമുള്ള ആളുകൾ അതിലൊന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഒരുപാട് നേരം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നല്ലേ, ഒരുപാട് സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഹാപ്പിനെസ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരണ്യ മാം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞങ്ങൾക്കുള്ള ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനാണ് അനില മാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാണ്. യു കനോട്ട് മേക്ക് എവരിവൺ ഹാപ്പി, യു ക്യാൻ ഓൺലി ഡു ഈസ് വാട്ട് യു ക്യാൻ മേക്ക് ഹാപ്പി. അല്ലെ, നമുക്ക് നമ്മളെ ചുറ്റിലുള്ള ആളുകളെ എപ്പോഴും ഹാപ്പി ആയി കൊണ്ട് നടക്കാനാവില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ മേക്ക് അവർ സെൽഫ് ഹാപ്പി. അല്ലെ, നമുക്ക് നമ്മളെ തന്നെ ഹാപ്പി ആക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ സെൽഫ് ഹാപ്പി ആക്കാം. നമ്മുടെ ചുറ്റിലുമുള്ള ആളുകളെ സന്തോഷിപ്പിച്ചുകൊണ്ടോ അവരെ ഹാപ്പി ആക്കിക്കൊണ്ടോ നമുക്ക് ലൈഫ് ലോങ് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ സന്തോഷത്തിൽ അവർ ഹാപ്പി ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്താം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. I would like to say thanks to everyone. I would like to say thank you so much. At the bottom of my heart, I would like to say thank you. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് സമയമായി. എല്ലാവരും 1 മണിക്കൂറിന്റെ മേലെയായി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു. അപ്പൊ എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ഈ സമയം ചെലവഴിച്ചതിന്. നിങ്ങൾ ഒരു ഫാമിലി ഡേ ആണ്, സൺഡേ ആണ്, എല്ലാവരും തിരക്കുള്ള ആളുകളായിരിക്കാം. സോ താങ്ക് യു. അതോടൊപ്പം ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. വി ക്യാൻ ലെഫ്റ്റ്.